നമസ്കാരം. ഫണ്ടർ 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഇൻകം ടാക്സ് 12 ലക്ഷം രൂപ വരെ നികുതി കൊടുക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ്. അത് 2025 ന്യൂ ടാക്സ് റെജീമിലുള്ളതാണ്. ഓൾഡ് റെജീം മാറിയിട്ടില്ല. അതായത് നിങ്ങൾക്ക് ATC ഒക്കെ പോലത്തെ എക്സംഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്തിട്ട് അതൊക്കെ വെട്ടി കുറച്ചിട്ടൊക്കെ അടച്ചാൽ മതി. പക്ഷേ ന്യൂ റെജീം 2024 2025. അപ്പോൾ 24 റെജീം അനുസരിച്ചാണെങ്കിൽ 7 ലക്ഷം രൂപ വരെ നമുക്ക് എഫക്റ്റീവ്ലി ടാക്സ് അടക്കേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 12 ലക്ഷത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ഈ ഒരു ന്യൂ റെജീമിന്റെ ടാക്സ് ലാബ്സ് ഒക്കെ കാണുമ്പോൾ കുറെ പേർക്ക് ഒരു സംശയം, 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് 4 ലക്ഷത്തിന് വരെ ഇല്ല എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതിനുശേഷം 4 മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 മുതൽ 12 ലക്ഷം രൂപ വരെ 10%, അതിനുശേഷം ഓരോ 4 ലക്ഷത്തിനും 5% വെച്ച് കൂടിയൊക്കെ പോകുന്ന പോലെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ടാക്സ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥം എന്താണുള്ളതെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ലാബ് വെച്ചിരിക്കുന്നത് 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു 13, 15, 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ ആത്യന്തികമായി 4 ലക്ഷം മുതൽ ഉള്ള ടാക്സ് സ്ലാബിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉള്ള ടാക്സ് അടച്ചു പോകണമെന്നർത്ഥം. അതായത് നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള 5% അടയ്ക്കണം. അതായത് 20,000 രൂപ. 8 മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള 4 ലക്ഷം രൂപയ്ക്ക് 10% അടയ്ക്കണം. അതായത് 40,000 രൂപ. 12 മുതൽ 16 ലക്ഷം രൂപ വരെയുള്ള 4 ലക്ഷം രൂപയ്ക്ക് 60,000 രൂപ. 16 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളതിന് 20%, അതായത് 80,000 രൂപ. അതായത് ഒരു സോഷ്യലിസം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു എന്നർത്ഥം. അതായത് കാശ് കൂടുതൽ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നിന്ന് വളരെ കൂടുതൽ നമ്മൾ പണം ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നു എന്നർത്ഥം. അതേസമയം 12 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക മാത്രം ചെയ്താൽ മതി. അതേസമയം ഇത് മാസവരുമാനക്കാരാണ്, ശമ്പളക്കാരാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ 12 ലക്ഷം കൂടാതെ ഒരു 75,000 രൂപയും കൂടി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടും കൂടി കിട്ടും. അതായത് 12.25 ലക്ഷം രൂപ വരെ നിങ്ങൾ മാസവരുമാനക്കാരാണെങ്കിൽ 5 പൈസ കൊടുക്കേണ്ട, വെറുതെ ITR മാത്രം ഫയൽ ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി എന്നർത്ഥം. ഇതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസും സന്തുഷ്ടരായിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലോ ഏതോ ഒരു പത്രങ്ങളിലൊക്കെ കണ്ടു, സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ സന്തോഷമാണ്. കാരണം വെറും 20% താഴെ പാത്രം ആളുകൾക്ക് മാത്രമേ പുതിയ ടാക്സ് സ്കീം അനുസരിച്ച് അടുത്ത വർഷം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അപ്പൊ ആകെ മൊത്തം എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ലാഭം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇത് ശരിക്കുള്ള നമ്പേഴ്സ് ഇട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അനുസരിച്ച് 2024 അനുസരിച്ച് 4 ലക്ഷം രൂപ വരെ ഒന്നും കൊടുക്കണ്ട. 8 ലക്ഷം രൂപ ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ 23,400 രൂപ കൊടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഇത്തവണ ഒന്നും കൊടുക്കണ്ട. 12 ലക്ഷം ആണെങ്കിൽ 71,500 കൊടുക്കേണ്ടി വന്നേനെ. പക്ഷേ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒന്നും കൊടുക്കണ്ട. അതേസമയം 16 ലക്ഷം രൂപ ആണ് വരുമാനമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 1,53,000 രൂപ കൊടുക്കണം. ഈ വർഷം അനുസരിച്ച് 1,13,000 കൊടുത്താൽ മതി. 20 ലക്ഷം രൂപയാണെങ്കിൽ 2,78,000 രൂപ കൊടുക്കണമായിരുന്നിടത്ത് 1,92,200 രൂപ കൊടുത്താൽ മതി. അത്തരത്തിൽ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 30 ലക്ഷം രൂപയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടടുത്ത് ഇത് 4.25 ലക്ഷം രൂപ കൊടുത്താൽ മതി. 1 ലക്ഷത്തി ചില്ലറ രൂപ ലാഭം. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു സംശയം, എന്റെ ശമ്പളം ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 12.25 ലക്ഷം രൂപ വരെ ശമ്പളക്കാർക്ക് ഒരു ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ എൻ്റെ ഒരു ശമ്പളം 13 ലക്ഷം രൂപയാണെന്ന് കരുതുക. ഒരു 25,000 രൂപ കൂടുതൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഏകദേശം 75,000 രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അത് വളരെ അന്യായമല്ലേ? അതേസമയം 12.25 ലക്ഷം രൂപ വരുമാനമുള്ളയാൾ അയാൾക്ക് ഒന്നും അടയ്ക്കണ്ട. അതായത് മൊത്തം 12.25 ലക്ഷം രൂപ ചിലവഴിക്കാം. അതേസമയം 13 ലക്ഷം രൂപ കിട്ടിയ ആൾക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത് 75,000 രൂപ കഴിഞ്ഞിട്ട് 12.25 ലക്ഷം രൂപയുള്ളൂ. 25,000 രൂപ കുറഞ്ഞു കിട്ടിയ ആളേക്കാൾ 50,000 രൂപ കുറച്ചാണ് ചിലവഴിക്കാനായി കയ്യിൽ ലഭ്യമാകുന്നത്. ഇതൊരു അന്യായമല്ലേ? ആ ഒരു തോന്നൽ ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റ് ഇത് വെറുതെ വിട്ടിട്ടില്ല. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടാണ് മാർജിനൽ ടാക്സ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയ പൈസ അതേപോലെ ഗവൺമെന്റിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് ലോസ് ഓഫ് എടുത്തിട്ട് എഫക്റ്റീവ് ഇൻകം കുറയ്ക്കാന്നുള്ള ഒരു വഴിയാണ്. അപ്പം അതിന് പകരം അങ്ങനത്തെ ഒരു അനോമാലിക്ക് വേണ്ടിയിട്ട് പോകണ്ട എന്ന് കരുതി നിങ്ങൾ പണിയെടുത്തോളൂ, മുഴുവൻ പണം വാങ്ങിച്ചോളൂ. പക്ഷെ അതിൽ കൂടുതലായി വരുന്ന പണം നിങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുത്തോളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 13 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരാൾ 75,000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. 25,000 രൂപ കൊടുത്താൽ മതി. അതായത് 12.25 ലക്ഷത്തിനേക്കാൾ കൂടുതലുള്ള എത്ര പണമാണോ അത്രയും മാത്രം കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഇതിനേക്കാൾ ഒരു 10,60,000 രൂപ വരെ മുകളിലേക്ക് പോകുന്നവരെ ഇതേപോലെ കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു അന്യായമാണെന്നൊരു തോന്നൽ ഒഴിവാക്കാൻ കഴിയും.
ഗവൺമെന്റിനാണെങ്കിൽ ലാഭവും. അപ്പോൾ നമുക്ക് ടാക്സുകളെ കുറിച്ച് പറയുമ്പോൾ ടാക്സ് റേറ്റുകളുടെ ചരിത്രം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ GDP, ടാക്സ് കളക്ഷൻ അംബ്രലയിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ വർധനവ്, പെർ ക്യാപിറ്റ ഇൻകം എന്നിവയുടെ കൂടെ ഒരു രാജ്യം വലുതാവുന്ന വഴി എത്തരത്തിലാണ് ടാക്സ് റിജീംസ് മാറുക എന്നുള്ളതിന്റെ ഒരു പൊതുവായ ഒരു ചിത്രം ഇതിൽ നിന്ന് ലഭിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാത് കാലങ്ങളിലുള്ള ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ് ആണ്. നമുക്കിപ്പോൾ ആണെങ്കിൽ 30% ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ്. അതായത് 24 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു 30% കൊടുക്കണം. ചരിത്രത്തിൽ ഇക്കാര്യം എങ്ങനെയാണ് പറയുന്നത് നോക്കാം. 73-74 കാലഘട്ടങ്ങളിൽ ഏറ്റവും ഉയർന്ന ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 97.25%. അതായത് നമ്മൾ ഇന്ന് 30% എന്ന് പറയുന്നത് അത് 97.25% എന്നർത്ഥം. കൂടുതൽ ലഭിക്കുന്ന 100 രൂപ അതിൽ 97.25 രൂപയും ഗവൺമെന്റ് കൊണ്ടുപോകുമെന്നർത്ഥം. 2.25 രൂപ മാത്രമേ ഗുണഭോക്താവിന് ലഭിക്കുകയുള്ളൂ. 74-75 കാലങ്ങളിൽ അത് കുത്തനെ താഴേക്ക് വന്ന് 77% എത്തി ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ്. 84-85 കാലങ്ങളിൽ 62% ഏകദേശം. 92-93 കാലഘട്ടം ഓർക്കുക, ആ കാലഘട്ടമാണ് ഇവിടെ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ, നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് തുറന്നിട്ടത്. അത് 61% നിന്നും 40% താഴ്ത്തി. അതിനുശേഷം 98 മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഉയർന്ന ടാക്സ് സ്ലാബ് 30% നിലനിൽക്കുന്നു. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി വരുന്ന കാലങ്ങളിൽ ടാക്സ് കൂടുമോ കുറയോ എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പ്രവചനങ്ങളൊന്നും നടത്താൻ സാധ്യമല്ല. മറ്റൊന്നും കൊണ്ടല്ല, 30% ടാക്സ് എന്ന് പറയുന്നത് സാമാന്യേന വലിയൊരു കുഴപ്പം പിടിച്ച ടാക്സ് ആയിട്ട് കരുതുകയില്ല ആരും. പക്ഷെ അതേസമയം തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യം എന്ന രീതിയിൽ ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ് 30 എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അല്ല, നൽകുക എന്നുള്ള ഒരു സത്യം അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ നിക്ഷേപകരും ഒക്കെ വരുമ്പോഴും ഇവിടെ നിക്ഷേപങ്ങൾ നടത്താൻ വരുമ്പോഴും ഒക്കെ ആദ്യം കണ്ണിലുടക്കുന്നത് ഇവിടെ ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. അതേപോലെ പല ആർട്ടിക്കിൾസിൻ്റെ അകത്തോ മാഗസിൻ്റെ അകത്തോ ജേർണൽസിൻ്റെ അകത്തോ റിസർച്ച് പേപ്പറിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് അവിടെ നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 30% നിലനിൽക്കും, മറ്റു ചില രാജ്യങ്ങൾ 20-22 എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കും. അപ്പോൾ ഈ ഉയർന്ന ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ആകർഷണീയതയാണ്. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് താഴേക്ക് കുറച്ച് കൊണ്ടുവന്ന് കാലക്രമേണ 25-22 എത്തിക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു വഴി തുറന്നു കിട്ടും എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പൊതുവായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മുടെ ട്രേഡേഴ്സിനെയും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെയും ബാധിക്കുന്ന കാര്യം ടാക്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 12 ലക്ഷം രൂപ വരെ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ പൊതുവായിട്ടത് ശരിയല്ല. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ശമ്പളക്കാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അതുകൊണ്ട് 12.25 ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 75,000 രൂപ ശമ്പളക്കാർക്ക് മാത്രം കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അല്ലാത്തവർക്ക് 12 ലക്ഷമാണ് ലഭിക്കുക. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ പ്രധാനമായിട്ടും വരുമാനം ലഭിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിലൂടെ ലഭിക്കുന്ന വരുമാനം, അത് സ്പെക്കുലേറ്റീവ് ട്രേഡ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. രണ്ടാമത് F&O ട്രേഡിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അത് ബിസിനസ് ഇൻകം ആയിട്ടാണ് കൂട്ടുന്നത്. മൂന്നാമത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഒരു വർഷത്തിന്റെ താഴെ നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റി ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം. നാലാമത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഒരു വർഷത്തിൽ ഏറെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇന്ന് വാങ്ങിച്ചു, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നതിന്റെ കീഴെ വരും. ഇൻട്രാഡേ എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ട്രേഡ് ആണ്, മൊത്തം നമ്മുടെ വരുമാനത്തിന്റെ കൂടെ ആഡ് ചെയ്യും. രണ്ടാമത്തത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള വരുമാനമാണ്, അതും നമ്മുടെ വരുമാനത്തിന്റെ കൂടെ ആഡ് ചെയ്യും. ഏതാണോ ടാക്സ് സ്ലാബ് ആ ടാക്സ് സ്ലാബിലായിരിക്കും അപ്പം നിങ്ങൾ നിൽക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ശമ്പള വരുമാനം 10 ലക്ഷം രൂപയും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിൽ നിന്നും 2 ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കൂടുമ്പോൾ 12 ലക്ഷം രൂപയേ ആകുന്നുള്ളൂ. നിങ്ങൾ ഒരു ടാക്സും കൊടുക്കണ്ട. പക്ഷെ ITR ഫയൽ ചെയ്യാൻ മറക്കരുത്. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ശമ്പളം 10 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി ലഭിച്ചു. ഇങ്ങനെ വരുമ്പോൾ 10 ലക്ഷം രൂപ ശമ്പളത്തിന് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ 2 ലക്ഷം രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി ലഭിച്ചതിന് 12% എന്ന നിരക്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം. അതായത് 25,000 രൂപ ടാക്സ് പേ ചെയ്യാനുണ്ടാകും. മൊത്തം രണ്ടും കൂടി കൂട്ടിയിട്ട് 12 ലക്ഷം രൂപ ആണ് നിങ്ങളുടെ വരുമാനം എങ്കിലും. അടുത്തതായിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതായത് ഒരു വർഷത്തിന്റെ താഴെയാണ് വിൽപ്പന നടത്തിയതെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം. അങ്ങനെ വരുമ്പോൾ 10 ലക്ഷം രൂപ നിങ്ങളുടെ ശമ്പളവും 2 ലക്ഷം രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടക്കണം 20% എന്ന നിരക്കിൽ. അപ്പോൾ 12 ലക്ഷം രൂപ വരെ എന്ത് വരുമാനം ഉണ്ടെങ്കിലും ഞാൻ ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളൊരു വിചാരം അത് മനസ്സിൽ ഒരിക്കലും വെക്കണ്ട. ITR ഫയൽ ചെയ്യാൻ മറക്കാതിരിക്കുക. എത്തരത്തിലുള്ള വരുമാനങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇതോടുകൂടി ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.